ഹായ് അമിഗോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു BLDC ഫാൻ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇലക്ട്രീഷ്യൻ അല്ലാത്തവർക്കും ഈ വീഡിയോ നോക്കി ഒരു BLDC ഫാൻ വളരെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഒരു BLDC ഫാൻ, സാധാരണ ഫാൻ പോരെ എന്ന്. BLDC ഫാൻ നിങ്ങളുടെ കറണ്ട് ബില്ല് കുറയ്ക്കുന്നു. എങ്ങനെയെന്നല്ലേ നോക്കാം. ഉദാഹരണത്തിന് ഞങ്ങളുടെ വീട്ടിൽ 4 ഫാനാണ് ഉണ്ടായിരുന്നത്. അവയെല്ലാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഉഷ എന്ന കമ്പനിയുടെ ഒരു പോപ്പുലറായ ഒരു മോഡലായ ഉഷ സ്വിഫ്റ്റ് ആൽഫ സീലിംഗ് ഫാൻ ആയിരുന്നു. ഇതിൻ്റെ പവർ 74 വാട്ട്സ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഈ ഫാൻ ഉപയോഗിക്കാൻ 74 വാട്ട് വൈദ്യുതി ചിലവാകും. ഇതിൽ 4 ഫാനും രാത്രി മുഴുവനും കറങ്ങും. അതിൽ തന്നെ ഒരു ഫാൻ വീട്ടിൽ ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് പകലും കറങ്ങും. അപ്പോൾ 3 ഫാൻ 10 മണിക്കൂറും ഒരു ഫാൻ 20 മണിക്കൂറും ദിവസവും കറങ്ങും. അപ്പോൾ പ്രതിദിനം എത്ര കറണ്ട് ആകുമെന്ന് നോക്കാം. 74 വാട്ട്സിൻ്റെ 3 ഫാൻ 10 മണിക്കൂർ വീതം ദിവസവും കറങ്ങുമ്പോൾ 74 വാട്ട്സിൻ്റെ മറ്റൊരു ഫാൻ 20 മണിക്കൂറും ദിവസം കറങ്ങുന്നു. അപ്പോൾ ഒട്ടാകെ 2220 വാട്ട്സും 1480 വാട്ട്സും രണ്ടും കൂടി കൂട്ടുമ്പോൾ 3700 വാട്ട്സാണ് ദിവസവും ചിലവാകുന്നത്. എന്നാൽ നമ്മൾ കിലോ വാട്ട് ഹവർ അഥവാ യൂണിറ്റ് കണക്കിലാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. അപ്പോൾ 3700 യൂണിറ്റിനെ 1000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3.7 എന്ന് കിട്ടും. അതായത് 3.7 യൂണിറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ദിവസവും ഫാൻ ഉപയോഗത്തിൽ നിന്ന് മാത്രം ചിലവായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. 2 മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് വരാറ്. അപ്പോൾ 222 യൂണിറ്റ് കറണ്ടാണ് ഫാൻ ഉപയോഗത്തിലൂടെ മാത്രം ഞങ്ങൾക്ക് ചിലവാകുന്നത്. അതിൻ്റെ കൂടെ അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, AC, TV എന്നിവ കൂടി ആയപ്പോൾ കറണ്ട് ബില്ല് 3000 ആണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ 4 ഫാനും മാറ്റി BLDC ആക്കി. JV ലൂക്കർ എന്ന കമ്പനിയുടെ സൈസ് 0 എന്ന മോഡൽ BLDC ഫാനാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതിൻ്റെ പവർ 24 വാട്ട്സ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഈ ഫാൻ ഉപയോഗിക്കാൻ വെറും 24 വാട്ട് വൈദ്യുതി മതി. ഇനി BLDC ഫാൻ ആക്കിയ ശേഷമുള്ള കറണ്ട് ഉപയോഗം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വാട്ട്സ് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. അതുകൊണ്ട് 24 വാട്ട്സിൻ്റെ 3 ഫാൻ 10 മണിക്കൂർ കറങ്ങുമ്പോൾ 720 വാട്ട്സ് കറണ്ട് ആകും. പിന്നെ ഒരു 24 വാട്ട്സിൻ്റെ ഫാൻ 20 മണിക്കൂർ കറങ്ങുമ്പോൾ 480 വാട്ട്സും ആവും. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1200 വാട്ട്സ് ആവും ദിവസേന. അതിനെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 1.2 അഥവാ 1.2 യൂണിറ്റ് കറണ്ട് മാത്രമാണ് ഇത്രയും ഫാൻ കറക്കിയിട്ടും ഞങ്ങൾക്ക് ഒരു ദിവസം ആവുന്നത്. 2 മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് വരാറ് എന്നിരിക്കെ അപ്പോൾ ഞങ്ങൾക്ക് 72 യൂണിറ്റ് കറണ്ട് മാത്രമാണ് ഫാൻ ഉപയോഗത്തിലൂടെ ഞങ്ങൾക്ക് ചിലവാകുന്നത്. അതായത് നേരത്തെ 222 നിന്ന് 72 കുറച്ചാൽ 180 യൂണിറ്റാണ് വെറും 2 മാസം കൊണ്ട് ഞങ്ങൾ സേവ് ചെയ്തത്. അതിൻ്റെ കൂടെ വീട്ടിലെ അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, AC, TV എന്നിവ കൂടി ആയപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ബില്ല് വെറും 800 രൂപ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. കഴിഞ്ഞ കറണ്ട് ബില്ല് വെച്ച് നോക്കുമ്പോൾ 2200 രൂപയുടെ മാറ്റമാണ് ഉണ്ടായത്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 240 യൂണിറ്റിൻ്റെ മുകളിൽ കറണ്ട് ബില്ലാകുമ്പോൾ കറണ്ട് ബില്ലിൻ്റെ സ്ലാബ് മാറി യൂണിറ്റ് ചാർജ് കൂടും. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 3000 വന്നത്. അപ്പോൾ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ 2200 രൂപ വീതം ലാഭിക്കുന്നു. ഞങ്ങളിപ്പോൾ വർഷത്തിൽ 900 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കുന്നു. ഇതിൻ്റെ വില സാധാരണ ഫാനുകളേക്കാൾ അല്പം കൂടുതലാണെങ്കിലും ആ പൈസ വെറും 1 കൊല്ലം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ തന്നെ കറണ്ട് ബില്ലിൽ ലാഭിക്കാം. ശേഷം എത്ര കാലം ഈ ഫാൻ ഓടിയാലും അത്രയും കാലം നിങ്ങൾക്ക് ലാഭം മാത്രം. അതുകൊണ്ട് തന്നെ ഫാൻ മാറ്റി ഫിറ്റ് ചെയ്യാൻ പോകുന്ന
വീടുകളിലൊക്കെ ഞങ്ങൾ BLDC ഫാനുകൾ വാങ്ങാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് റിമോട്ട് കൺട്രോളബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും റെഗുലേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പകരം ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് ഉപയോഗിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു BLDC ഫാനാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ BLDC എന്നുള്ളത് ഒരു കമ്പനിയല്ല, മറിച്ച് ഒരു ടെക്നോളജിയാണ്. ആദ്യമായി BLDC ഫാനുകൾ അവതരിപ്പിച്ചത് ആറ്റംബർഗ് എന്ന കമ്പനിയാണ്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ JV ലൂക്കർ, ഹാവൽസ് എന്നിങ്ങനെയുള്ള മറ്റു കമ്പനികളുടെയും BLDC ഫാനുകളുണ്ട്. ഞങ്ങൾ സാധാരണ കസ്റ്റമേഴ്സിന് വാങ്ങിക്കൊടുക്കുന്ന ബ്രാൻഡുകളാണ് മേൽ പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഫോളോ ചെയ്ത് വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കണേ. ഈ വീഡിയോയിൽ ഞങ്ങൾ JV ലൂക്കറിൻ്റെ സൈസ് 0 എന്ന BLDC ഫാനാണ് വാങ്ങിയത്. ഇതിന് മാർക്കറ്റിൽ ഇപ്പോൾ 3400 രൂപയാണ് വില. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ തന്നെ BLDC ഫാൻ വാങ്ങുക. അടുത്തതായി ഒരു 1/2 മീറ്റർ 1 സ്ക്വയർ വയർ വാങ്ങുക. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനാവശ്യമായ ടൂൾസ് പരിചയപ്പെടാം. ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ വേണം, പിന്നെ ഒരു കട്ടിംഗ് പ്ലെയറും വേണം, പിന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പ്, പിന്നെ ഒരു ടെസ്റ്ററും വേണം, പിന്നെ ഒരു 10 സൈസുള്ള ഒരു സ്പാനറും വേണം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫാനിൻ്റെ ബോക്സ്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോ പാർട്സും ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ആദ്യമായി വീഡിയോയിൽ കാണുന്ന പോലെ ഈ സ്ക്രൂകളൊക്കെ അഴിക്കുക. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഫാനിൻ്റെ ലീഫ് അതിലേക്ക് ഫിറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്യുക. ഫാനിൻ്റെ ലീഫിൻ്റെ പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ രണ്ടാമത്തെ ലീഫും മൂന്നാമത്തെ ലീഫും വീഡിയോയിൽ കാണുന്ന പോലെ ഫാനിലേക്ക് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞങ്ങൾ ഉടനെ ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ ഗായ്സ്.